ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അപ്പൊ അങ്ങനെ വീണ്ടും നമ്മള് 3 സ്റ്റാർ യൂസ്ഡ് കാറിന്റെ ഷോറൂം അല്ലേ. ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് വെള്ളാമ്പലത്തിന്റെയും മോങ്ങത്തിന്റെയും നടുവിലായിട്ട് സെൻട്രലാണല്ലേ. റോയൽ എൻഫീൽഡിന്റെ നേരെ ഓപ്പോസിറ്റുള്ള 3 സ്റ്റാറിലാണുള്ളത്. ഓക്കെ, അപ്പൊ ഒരുപാട് കാറുണ്ട് പറഞ്ഞാൽ ഒരുപാട് കാറുണ്ട്. ഇതാ ബെൻസ് സി ക്ലാസ് അല്ലേ വരുന്നത്, സി ക്ലാസ് വരുന്നുണ്ട്. അങ്ങനെ സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി കാറുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സാറേ? എന്താ ഉഷാറില്ല, നീ ചിരി മാത്രമാക്കരുത്, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കറക്റ്റ് ടൈമിന് കറക്റ്റ് അപ്ഡേഷൻ കൊടുക്കണം. ഏകദേശം 2 മാസം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് അപ്പൊ നോക്കല്ലേ. എന്നാലും ഫസ്റ്റ് സ്വിഫ്റ്റ് തന്നെ നോക്കാം. സ്വിഫ്റ്റിന്ന് കാരണം നമ്മൾ ബെൻസ് നല്ല തുടങ്ങുന്നത്, സാധാരണ ബെൻസ് എന്നൊക്കെയാണ് തുടങ്ങല്. ബെൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് കാണിക്കാം. ഇനോവ ഉണ്ട്, ഒരുപാട് ഇനോവ ഉണ്ട്. ഇനോവ റീരജിസ്ട്രേഷൻ വണ്ടിയാണോ? കേരള വണ്ടി റിവ്യൂ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് സ്വിഫ്റ്റ് തന്നെ തുടങ്ങാം. KL 53 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ വരുന്നത്? 2014 ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. 2014 എത്രാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്? തേർഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,30,000 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. പിന്നെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏത് 3ാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം തെറ്റില്ല. റേറ്റ് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,20,000 രൂപയാണ്. 2013 മോഡല്. 2014 മോഡല് 4,20,000. എത്ര വരെ ലോൺ കിട്ടും? നമുക്കൊരു നല്ല കസ്റ്റമർ, നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു 3.5 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3 വരെ ലോൺ കിട്ടും. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ 2014 VDI 1,03,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി ഇറക്കിക്കൊണ്ടാണ്. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? ഇവിടുന്ന് പറയുന്ന ഓരോ പ്രൈസും നിങ്ങൾ നോക്കണ്ട, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇവനെങ്ങനെ പിടിച്ചിട്ടില്ല കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ കുറച്ച് കയറും, കുറച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇവൻ പറയുന്ന പ്രൈസ് നോക്കണ്ട, എന്തായാലും നമുക്ക് കുറപ്പിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൊട്ടടുത്തുള്ള മെക്കാനിക്കിനായിട്ട് പോയി കൊണ്ടുപോയി വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി അല്ലേ. അതെല്ലാ ഷോറൂമിന്നാണ്, ഇവിടുന്ന് മാത്രമല്ല എല്ലാ ഷോറൂമിന്റെയും അത് അങ്ങനെ തന്നെ എടുക്കണം. അതാണ് നല്ലത് അല്ലേ സാറേ? ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ടൊയോട്ടയുടെ എത്തിയോസ് ആണ് വരുന്നത്. ലിവ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ്. 2015 മോഡൽ GD പ്ലസ് ആണ്. 2 എയർ ബാഗ്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, ഇപ്പം KL 55 ആണല്ലോ വരുന്നത്. ഓക്കെ, എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് 4,40,000 രൂപയാണ് ചോദിക്കുന്നത്. 4,40,000. എത്ര വരെ ലോൺ കിട്ടും? നമുക്കൊരു ഇതുവരെ ഒരു 3.25 ലക്ഷം രൂപ വരെ നമുക്ക് 3.25 വരെ ലോൺ കിട്ടും അല്ലേ. പ്രൈസ് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞ മാതിരി തന്നെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് മാരുതിന്റെ സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഫസ്റ്റ് സെലേറിയോ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡൽ സിംഗിൾ RC ഓണർ വണ്ടിയാണ്. 2014 സിംഗിൾ RC ഓണർ. എത്രാമത്തെ സിംഗിൾ? എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 73,000 കിലോമീറ്റർ റണ്ണിംഗ്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, കമ്പനി സ്റ്റെയറിംഗ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 3,60,000 രൂപ. 3,60,000. എത്ര ലോൺ കിട്ടും? നമുക്കൊരു 3 ലക്ഷം രൂപ വരാനുള്ള പ്രൊഫൈലും കാര്യങ്ങളും. ചെറിയൊരു പൈസ ആണല്ലേ. 50,000 വണ്ടി ഇറക്കിക്കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് ഇവിടെ ഇറക്കിക്കൊണ്ടുപോകാം അല്ലേ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. പിന്നെ റിഡ്സ് 2012 മോഡൽ 13 രജിസ്റ്റർ. 2013 രജിസ്ട്രേഷൻ. എത്രാമത്തെ ഓണർഷിപ്പ് ആണ്? ഇത് തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. ഓപ്ഷൻ VDI ആണോ? VDI ഓപ്ഷൻ ആണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 3,15,000 രൂപ. 3,15,000 രൂപ ചോദിക്കുന്നത്. എത്ര വരെ ലോൺ കിട്ടും? നമുക്കൊരു 2.5 വരെ നമുക്ക് ലോൺ ചെയ്തു. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ 50,000 ഞാൻ എന്താ പറഞ്ഞത്, നെഗോഷ്യബിൾ കഴിഞ്ഞുള്ള പ്രൈസ് ആട്ടോ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 2015 ബൊളോറോ ZX ഓപ്ഷൻ ആണ് വരുന്നത്. സിംഗിൾ RC ഓണർ വണ്ടിയാണ്. ഓക്കെ, ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 6 ലക്ഷം രൂപ. ലോൺ എത്ര വരെ കിട്ടും? ഇത് നമുക്കൊരു 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം വരെ അല്ലേ. റീപ്ലേസ് കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ. ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഇന്ത്യ വർക്ക് കാര്യങ്ങളാണല്ലോ വരുന്നത്. ഇപ്പൊ നെക്സ്റ്റ് വരുന്ന മോഡൽ ഏതാണ്? മഹീന്ദ്ര TUV 2015 മോഡൽ 16 രജിസ്റ്റർ. 2015 ഓപ്ഷനിൽ ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. T+ അല്ലേ? T+. ഓക്കെ, ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡൽ 16 രജിസ്റ്റർ. 95,000 കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട്. എത്രാമത്തെ ഓണർഷിപ്പ് ആണ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,25,000 രൂപ. 5,25,000. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ തെറ്റില്ലാത്തൊരു ഇന്ത്യ വർക്കാണല്ലോ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് മാരുതിന്റെ വിക്ടാറ ബ്രസ. VDI അല്ല ഓപ്ഷൻ വരുന്നത്. 2018 ഡീസൽ വേരിയന്റ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്?
ഇത് 1,22,000 കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ് വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 7,60,000 രൂപയാണ്. 7,60,000 രൂപ. എത്ര വരെ ലോൺ കിട്ടും? ഇത് നമുക്കൊരു 6.25 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 6.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ 2018 പ്രസ VDI മോഡൽ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, ഇന്ത്യക്കാർക്ക് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നെക്സ്റ്റ് ഹുണ്ടായിന്റെ i10 2016 മോഡൽ അല്ലേ? ഇതാണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. ഏകദേശം 95,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 2,60,000 രൂപ. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് എത്രക്ക് വരും? നിങ്ങൾ കസ്റ്റമർ വന്നാണ്ട് നമുക്ക് നിങ്ങളെ പാർട്ടിനൊക്കെ പറഞ്ഞാൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. എത്ര വരെ ലോൺ കിട്ടും? ഇത് നമുക്കൊരു 2 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. 2 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഇയോൺ ഉണ്ട്, 2 ഇയോൺ ഉണ്ടല്ലേ? ആൾട്ടോ 800 വരുന്നുണ്ട്. ഇയോൺ ഏതാണ് വരുന്നത്? ഇയോൺ 2013 മോഡലാണ്. അത് 2013. ഗ്ലാസിന്റെ മോള് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. റീപ്ലേസ് എന്ന് പറയാനായില്ല, അത് മാറ്റിയാലാണ് റീപ്ലേസ് ആവും. ഓക്കെ, അതാണ് ഈ മാറ്റാൻ വെക്കണത്. അപ്പം ബുദ്ധിക്കുള്ള കളിയാണ്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? അല്ല, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2013 മോഡലാണ്. എറാ പ്ലസ് ആണ്. സെക്കൻഡ് RC ഓണറാണ്. എത്ര കിലോമീറ്റർ? ഇത് 90,000 കിലോമീറ്റർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ ചോദിക്കുന്നത് 1,60,000. 2013 അല്ല? 2013 1,60,000 ആണ് ചോദിക്കുന്നത്. ചെറിയൊരു വര പോയിക്കണം. ഓക്കെ, ഇനിയിപ്പോ ഇത് എങ്ങനെയാണ്? ഇത് 2013 എറാ പ്ലസ് തന്നെയാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഇത് 1,10,000 കിലോമീറ്റർ സർവീസിന്റെ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 1,60,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് കുറച്ച് ഓട്ടം കൂടുതലാണ്. പിന്നെ അതിൽ കുറച്ച് ഗ്ലാസിന്റെ ഒരു വരണ്ട്. ഇത് പ്രൈസ് നെഗോഷ്യബിൾ ആണോ? രണ്ടും നെഗോഷ്യബിൾ ആണല്ലേ? ഓക്കെ, ഇനിയിപ്പോ ആൾട്ടോ 800 2013 LX ആണ്, പെട്രോൾ വേരിയന്റ്. ഏകദേശം 83,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 1,85,000 രൂപ. 1,85,000 രൂപ. ഓക്കെ, ലാസ്റ്റ് ആണോ പ്രൈസ്? അല്ല, നെഗോഷ്യബിൾ ആണ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പൊ അതേപോലെ തന്നെ ഒരു ആൾട്ടോ 800 ഇവിടെ കിടക്കുന്നുണ്ട്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഇത് എത്രാമത്തെ ഓണർഷിപ്പാണ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 76,000 കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. അതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,15,000 രൂപ. 2,15,000. ഏതാ മോഡൽ പറഞ്ഞത്? 2014 മോഡൽ. 2,15,000. എത്ര വരെ ലോൺ കിട്ടും? ഇത് നമുക്ക് ഒരു 1,25 ലക്ഷം രൂപ വരെ ലോൺ. 1,25 വരെ കിട്ടും അല്ലേ? ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ടൊയോട്ടന്റെ ഇനോവ. ഒരുപാട് ആൾക്കാർ കാത്തിരുന്നൊരു വണ്ടിയാണ്. KL 7 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് ആണോ? കേരള വണ്ടിയാണ്. കേരള വണ്ടിയാണ് വരുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? 2005 മോഡൽ G3 അല്ല വരുന്നത്? G3 ആണ്. ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. 2005. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് വണ്ടി 2 ലക്ഷം കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 2,80,000 രൂപ. 2,80,000. 2005 മോഡൽ G3 ഓപ്ഷൻ ആണ് വരുന്നത്. അപ്പൊ അത് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ്. ടൈപ്പ് 4 ആണ് വരുന്നത്. ടൈപ്പ് 4 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ടൊയോട്ടൻ ഇനോവ തന്നെ ഒരു ടാക്സി വണ്ടി ഉണ്ട്. 2012 ആണ്. G4 ആണ്. ഡീസൽ വേരിയന്റ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഏകദേശം 1,60,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 6.5 ലക്ഷം രൂപ. 6.5 ലക്ഷം രൂപ. പ്രൈസ് നെഗോഷ്യബിൾ അല്ല? ഓക്കെ, ഇത് റിയൽ വരുന്നത്? പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഫിറ്റിലെ വണ്ടിയാണ്. ഒക്കെ ഫിറ്റും കാര്യങ്ങളുള്ള വണ്ടിയാണല്ലേ? ഓക്കെ, ഞാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ടൊയോട്ടൻ്റെ ഇനോവ എന്നാണ് വരുന്നത്. ഇത് G4 റീ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. 2009. ഏകദേശം 2 ലക്ഷത്തിന്റെ മുകളിൽ ഓട്ടം ഓടിക്കുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 4.5 ലക്ഷം രൂപയാണ്. 4.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയർ വർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നൊരു മോഡലാണ് ബെൻസ്. ബെൻസ് ഏതാ ഇത് ഓപ്ഷൻ വരുന്നത്? ML 350 ആണ് വരുന്നത്. എത്രാമത്തെ ഓണർഷിപ്പാണ്? ഇത് 3ാമത്തെ ഓണർഷിപ്പാണ്. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 11 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 11 ലക്ഷം രൂപ. ഏകദേശം എത്ര വരെ ലോൺ കിട്ടും? നമുക്ക് ലോൺ ഒരു 9 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യും. 9 ലക്ഷം വരെ ലോൺ കിട്ടും. കാരണം ഒന്നാമത് കാറുകൾ ഒരുപാട് ഉണ്ടായിട്ട് ഫസ്റ്റും സെക്കൻഡും പാർട്ടുകളൊന്നുമല്ല, ഒറ്റ പാർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതാണ് കുറച്ച് ഫാസ്റ്റിൽ പോകുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതും ടൊയോട്ടൻ്റെ ഇനോവ ആണ് വരുന്നത്. ഇത് കേരള വണ്ടിയാണോ? അല്ല, റീ രജിസ്ട്രേഷൻ ആണ്. 2014 G4 ആണ് വരുന്നത്.
ഡീസൽ വേരിയന്റ് ഏകദേശം 1,90,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഇന്ത്യ വർക്കാണ് വരുന്നത്. റീപ്രൈസ് കാര്യങ്ങൾ ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 8,20,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് എത്രക്ക് തരും? നമുക്ക് പാർട്ടി വന്നാൽ അതിനനുസരിച്ച് നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം. ഏകദേശം എത്ര വരെ ലോൺ കിട്ടും? നമുക്കൊരു 7 വരെ നമുക്ക് ലോൺ ചെയ്തു 7 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതും ഇനോവ എന്നാണ് വരുന്നത്. 2011 മോഡല്, 2010 മോഡൽ 2011 രജിസ്ട്രേഷന് ഡീസൽ വി ഓപ്ഷൻ ആണല്ലോ വരുന്നത്. 1,40,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. പക്ക കേരള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,40,000 രൂപ. 6,40,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഏകദേശം എത്ര വരെ ലോൺ കിട്ടും? നമുക്കൊരു 5 ലക്ഷം രൂപ വരെ 5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും അല്ലേ? ഓക്കെ. ഞാൻ അതുപോലെ തന്നെ ഇതെങ്ങനെയാണോ ഡീറ്റെയിൽസ്? 2010 മോഡൽ വി ഓപ്ഷൻ രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. 1,94,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4 ആണ് വരുന്നത്. റീപ്ലേസ് കാര്യങ്ങളെന്തെങ്കിലും? ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. വേറെ എന്തെങ്കിലും അപാകതകൾ ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ചോദിക്കുന്നത് 5,70,000 രൂപ. 5,70,000. 2010 വി ഓപ്ഷനിൽ വരുന്ന ടൈപ്പ് 4 ആണ് വരുന്നത്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് ഇനോവ വരുന്നത് KAL 10 മലപ്പുറം വണ്ടി തന്നെ അല്ല, റീ രജിസ്ട്രേഷൻ മാറ്റലാണ് മലപ്പുറത്തിലേക്ക്. ഓക്കെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2005 മോഡലാണ്. വി ഓപ്ഷൻ ആണ്. വി ഓപ്ഷൻ ആണ് വരുന്നത്. എത്രാമത്തെ ഓണർഷിപ്പാണ്? ഇത് 4ാമത്തെ ഓണർഷിപ്പാണ്. എത്ര കിലോമീറ്റർ? ഇത് 2 ലക്ഷം കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ 3,20,000 രൂപ. 3,20,000. എത്ര വരെ ലോൺ കിട്ടും? നമുക്ക് ഇതുമ്പോൾ ലോൺ സേർട്ട് ലോൺ മലപ്പുറത്തുള്ള ആൾക്കാർ മലപ്പുറത്ത് മാത്രം നമുക്ക്. ഓക്കെ. ആകുമ്പോൾ എത്ര വരെ കിട്ടും? അതാകുമ്പോൾ നമുക്കൊരു 1,70,000 രൂപ വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 1,70,000 രൂപ വരെ കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു മാരുതിന്റെ സ്വിഫ്റ്റ് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് കൊടുക്കാനുള്ളതല്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? അത് 2015 മോഡൽ സിംഗിൾ RC ഓണർ വണ്ടിയാണ്. 2015 സിംഗിൾ RC ഓണർ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? അത് 90,000 കിലോമീറ്റർ റണ്ണിങ്ങിന്റെ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എന്താ അങ്ങോട്ട് ഉള്ളോട്ട് മാറ്റി നിർത്തിയത്? അത് വണ്ടി ഇന്നലെ എത്തിയിട്ടുള്ളൂ. അപ്പൊ പോളിഷ് ചെയ്യാനുണ്ട്. 2015 മോഡൽ സിംഗിൾ RC ഓണർ, 95,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ചോദിക്കുന്നത് പ്രൈസ് 4,50,000 രൂപ. 4,50,000 രൂപ. വീഡിയോ ഓപ്ഷൻ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് വണ്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 വണ്ടിന്റെ റിവ്യൂ നോക്കിയല്ലേ? കൂടുതലും ഇനോവ കളക്ഷൻസ് ഒരുപാടുണ്ട്. പിന്നെ നിസാറേ, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്? ബാക്കി ഇവന് ഈ ചിരി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇവൻ സംസാരിക്കുന്നില്ല. എന്താണ് വിശ്വാസമില്ലാത്ത മാതിരി. പിന്നെ പല പ്രൈസും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഒറ്റ പിടുത്തം പിടിച്ചിട്ട് പൈസ കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് ട്രാവലിംഗ് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കുക, ചെക്ക് ചെയ്യുക, മാക്സിമം ചെക്ക് ചെയ്യുക. പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കുക. കാരണം നമുക്ക് ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എഞ്ചിൻ പരമായിട്ടുള്ള കണ്ടീഷനൊന്നും നമ്മൾ അറിയുന്നില്ല. നിസാറ് പറഞ്ഞ ബാക്കി കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഒരു ബൈ പറഞ്ഞാലോ? പിന്നെ നിസാറിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചോളി നിങ്ങൾ. നമ്പർ കാര്യങ്ങൾ ഓക്കെ. നല്ല